ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളത് ഋഗ്വേദമാണ്. ഓരോ പുരാതന ഗ്രന്ഥങ്ങൾക്കും കൃത്യമായ തീയതികൾ സ്ഥാപിച്ചെടുക്കുവാൻ സാധ്യമല്ലെങ്കിലും BCE 2-ാം സഹസ്രാബ്ദത്തിന്റെ അവസാനത്തോടെ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ, ശേഖരണം പൂർത്തിയായതായി വിശ്വസിക്കപ്പെടുന്നു. 4 ഇന്തോ ആര്യൻ വേദഗ്രന്ഥങ്ങളിലെ ഋഗ്വേദത്തിൽ അവയുടെ പുരാണങ്ങളെക്കുറിച്ചുള്ള ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു. സാമവേദത്തിൽ പ്രധാനമായും മതപരമായ ആചാരങ്ങളെക്കുറിച്ചുള്ള ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു. യജുർവേദത്തിൽ മതപരമായ ആചാരങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നു. അഥർവവേദത്തിൽ ശത്രുക്കൾ, മന്ത്രവാദികൾ, രോഗങ്ങൾ എന്നിവയ്ക്കെതിരായ മന്ത്രങ്ങൾ അടങ്ങിയിരിക്കുന്നു. 1028 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന മണ്ഡലങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന 10 ഗ്രന്ഥങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുള്ള 1028 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഋഗ്വേദമാണ് അതിൽ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതും. സാമവേദത്തിലെ വാക്യങ്ങൾ പൂർണ്ണമായും ഋഗ്വേദത്തിൽ നിന്ന് എടുത്തതാണ്. പക്ഷേ അവ ജപിക്കാൻ കഴിയുന്ന രീതിയിൽ വ്യത്യസ്തമായി ക്രമീകരിച്ചിരിക്കുന്നു. യജുർവേദത്തെ വെള്ളയും കറുപ്പും ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത് കൂടാതെ മതപരവും യാഗങ്ങളും എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ചുള്ള ഗദ്യവ്യാഖ്യാനങ്ങൾ അടങ്ങിയിരിക്കുന്നു. അഥർവവേദത്തിൽ നാടോടി കഥകളുടെ ശൈലിയിൽ എഴുതപ്പെട്ട ചാരുതകളും മാന്ത്രികതയുടെ മന്ത്രങ്ങളും ഉൾപ്പെടുന്നു.